നമസ്തേ. 7/8/2025 വ്യാഴാഴ്ചത്തെ നക്ഷത്രഫലമാണ് നോക്കുന്നത്. മേടം, ഇടവം, മിഥുനം, തുലാം രാശിക്കാർക്ക് ശുഭകരവും, കന്നി, കുംഭം രാശിക്കാർക്ക് മധ്യമവും, ധനു, മീനം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം, മകരം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി ഇതെൻ്റെ നിങ്ങളോട് ഞാൻ പറയാറുണ്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണമെന്ന്. കുറച്ച് പേരൊക്കെ ചെയ്യാറുണ്ട്, പലരും ചെയ്യാറില്ല. കാരണം പലരുടെയും മനസ്സ് അങ്ങനെയാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കാര്യം തൻ്റെ ഗുണത്തിന് വേണ്ടി മാത്രം ആവുകയും മറ്റുള്ളവർ അതിൻ്റെ ഒരു ഗുണം കിട്ടാതിരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗവും. അതുകൊണ്ടാണ് അതെന്ന് എനിക്കറിയാം. അത് മാറ്റം വരുത്താൻ നമുക്ക് പറ്റില്ല. എങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവനവന് ഗുണം കിട്ടണമെന്നുള്ളവരാണ് ഇത് കാണുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവരതിനകത്ത് മേന്മയുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതിലൊരു എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്താൽ അത് മറ്റുള്ളവർക്കും ഗുണം കിട്ടുമല്ലോ. അത് ചിന്തിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാകണം. മറ്റുള്ളവർക്കെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് നിങ്ങൾക്കും അത് വായിക്കുന്നവർക്കും ഗുണമുണ്ടാകും എന്നുള്ളതുകൊണ്ട് അത് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ കുറച്ച് നേരമെങ്കിലും ഏതെങ്കിലും ഒരു ഭഗവാന്റെ നാമത്തിലേക്ക് ചെല്ലാനായിട്ട് കഴിയും. അത് അവർക്കൊരു പുണ്യമാണ്, ആർക്കും വായിക്കുന്നവർക്കും ഇടുന്നവർക്കും. അതുകൊണ്ട് അതിടാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി ഞാനൊരു കമൻറ്റിലേക്ക് വരാം. ചന്ദ്രദർശന ഫലം ഒന്ന് പറയാവോ എന്നാണ് ചോദിച്ചിരുന്നത്. ചന്ദ്രൻ്റെ നിലാവ് ഓരോ ദിവസവും കാണുമ്പോൾ സന്ധ്യയ്ക്ക് ചന്ദ്രൻ്റെ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഗുണം പറയാവോ എന്നാണ് ചോദിച്ചിരിക്കുക. ആ ചോദ്യം കൃത്യമായില്ലാത്തതുകൊണ്ട് ഞാനത് മെസ്സേജ് ചെയ്തിരുന്നു. ചോദ്യം കൃത്യമല്ലാന്ന് അത് രണ്ടാമത് വിശദമായി ആ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാനങ്ങോട്ട് പറയാം. അവർ ഉദ്ദേശിച്ചതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തിങ്കൾ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കണ്ടാൽ ശുഭകരമാണ്. തിങ്കളാഴ്ച അത്ര ഗുണകരമൊന്നുമല്ല, എങ്കിലും ദോഷമില്ല. മറ്റ് ദോഷങ്ങളൊന്നും തന്നെ അനുകൂലമല്ല. തിങ്കളാഴ്ച ജാള്യത പല കാര്യങ്ങളിലും അതുണ്ടാകും. ചൊവ്വാഴ്ചയാണെങ്കിൽ രോഗദുരിതങ്ങൾ എന്നാണ് പറയുക. ബുധനാഴ്ച അനാവശ്യമായ ഭയം, മനോഭയമോ മറ്റു പല രീതിയിലുള്ള ഭയങ്ങളോ ഉണ്ടാകും. വ്യാഴാഴ്ച ധനലാഭവും, വെള്ളിയാഴ്ച സ്ത്രീ സംയോഗവും എന്ന് പറഞ്ഞാൽ ഗുണകരം എന്ന് കരുതിയാൽ മതി. ശനിയാഴ്ച പലവിധ നാശങ്ങളും എന്നാണ് ഫലം. അപ്പം ഇതിൽ വ്യാഴവും വെള്ളിയും ശുഭകരമായ അനുഭവങ്ങളും, തിങ്കളാഴ്ച ദോഷകരമല്ലാത്ത അനുഭവങ്ങളും, മറ്റുള്ള ദിവസങ്ങളിൽ ദോഷകരമായ അനുഭവങ്ങളും ജീവിതത്തിലുണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് ചെന്നിങ്ങനെ മുകളിലേക്ക് നോക്കി നിന്ന് ചന്ദ്രദർശനം നടത്തിയാൽ ആ ഫലം കിട്ടുമെന്നില്ല. ഈ കാണുന്ന കാര്യങ്ങളെല്ലാം യാദൃച്ഛികമായി നിങ്ങളിൽ സംഭവിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം യാദൃച്ഛികമായി നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് യാദൃശ്യമായി ആ ചന്ദ്രദർശനം ഉണ്ടാകുന്നുവെങ്കിൽ ഈ ഫലങ്ങളെ നമുക്ക് ഉണ്ടാകും. അതല്ലാണ്ട് എല്ലാ ദിവസവും മുകളിലേക്ക് നോക്കി എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ എല്ലാ ദിവസവും ചന്ദ്രനെ കാണും, ഫലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. യാദൃശ്യമായി നമ്മളിപ്പോൾ എന്നും ചന്ദ്രദർശനം കാണുന്നവരൊന്നും അല്ലല്ലോ. അങ്ങനെ കാണേണ്ടതായ ആവശ്യകതയും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അങ്ങനെ ചന്ദ്രദർശനത്തിന് ശ്രദ്ധിക്കാറ് പോലും ഇല്ലാത്തവരാണ്. പക്ഷേ യാദൃശ്യമായ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ മറ്റോ ഈ ദർശനം ചന്ദ്രനെ കാണുന്നു എങ്കിൽ അത് ശുഭകരമായ ദിവസങ്ങളിലാണ് എങ്കിൽ ശുഭകരവും, അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ദോഷവും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇതായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മറുപടി പറയുന്നത്. ഇതാണെങ്കിൽ ആണ് എന്ന മറുപടി ഇടുക. അതല്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതും ആയിരിക്കും. ഇനി ഏതെങ്കിലും കമൻറ്റുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാതെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. പറയാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്തോ മറ്റൊക്കെ വിട്ടുപോകും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കിട്ടാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതൊന്ന് ഓർപ്പിക്കുന്നത് നന്നായിരിക്കും. ഞാനത് പറഞ്ഞു തരാനായിട്ട്
പരമാവധി പൊതുവായ ഫലങ്ങളെയാണെങ്കിൽ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. അതിനോടൊപ്പം ഒരു കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, ചിങ്ങമാസത്തെ ഫലം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. ചിങ്ങമാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ സെപ്റ്റംബർ 16-ാം തീയതി വരെയുള്ള ഫലമാണ്. ആ ഒരു മാസത്തെ ഫലം നിങ്ങൾ ഞാനത് അത് ഇടുന്നതോടൊപ്പം തന്നെ ദിവസഫലം മാറ്റം വരത്തില്ല, എല്ലാ ദിവസവും ഇടും. അപ്പോൾ ആ ഫലം കാണുക. എന്നിട്ട് ആ ഫലം കണ്ടവർ അത് കണ്ടു എന്ന് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുന്നത് നന്നായിരിക്കും. അതേപോലെ അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു അഭിപ്രായം, അതിൻ്റെ അഭിപ്രായം അതിനകത്തേ കമൻറ്റ് ചെയ്യാവൂ. ഈ ദിവസ ഫലത്തിൽ കമൻറ്റ് ചെയ്യരുത്. കാരണം അതിനകത്ത് എന്തെങ്കിലും മേന്മകൾ വരുത്തുകയോ മാറ്റങ്ങൾ വരുത്തുകയോ ഒക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് അതിനകത്ത് കമൻറ്റ് ചെയ്താലല്ലേ എനിക്ക് ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് തന്നെ അത് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ വേണമെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശം അതിനകത്ത് ഉപയോഗിക്കാം. ഒരു മാസത്തെ ഫലം ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കൂടാതെ ദൈനംദിനം ഇടുന്ന ഈ ഫലം തുടരുക തന്നെ ചെയ്യും. ഇതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അതൊരു മാസത്തെയാണ്, ഇതൊരു ദിവസത്തെയാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് കാണുക, അതിലും കമൻറ്റ് ചെയ്യുക. അത് കണ്ടു എന്ന് നിങ്ങൾ ഇതിനകത്തും ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാണുന്നവർ ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം. മേടം, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം. മേടക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ്, പൊതുവെ അനുകൂലമാണ്. എങ്കിലും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരോഗ്യ കാര്യത്തിലാണ്. പൊതുവെ അവർക്ക് ആരോഗ്യ കാര്യത്തിൽ ഒരു ക്ഷീണം അനുഭവപ്പെടും, പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും, ദാഹം അനുഭവപ്പെടും, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, വിളർച്ച ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേടക്കൂറുകാർക്ക്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടും എങ്കിലും അവർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. മനസ്സ് ബുദ്ധിയൊന്നും അത്ര അനുകൂലമല്ല, മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരു അഭിപ്രായ സ്ഥിരത എല്ലാ കാര്യത്തിലും ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല ഈ ദിവസം. ആസ്മ, മാനസിക അസ്വസ്ഥത തുടങ്ങിയ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. വൃക്കരോഗമുള്ളവർ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ മെഡിസിനൊക്കെ കൃത്യമായി യൂസ് ചെയ്യുന്നവർ അത് കൃത്യമായി ഉപയോഗിക്കണമെന്ന, അല്ലെങ്കിൽ ഈ സമയമൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനെ ഇങ്ങനെ കാണണം. അത് ആ മെഡിസിനൊക്കെ കൃത്യമായി ഉപയോഗിക്കാനൊക്കെ ഉള്ള ഒരു നിർദ്ദേശമായിട്ട് ഇതിനെ കണ്ടാൽ മതി. അല്ലാണ്ട് വേറെ ഒരു രീതിയിലും ഇതിനെ കാണരുത്. ഇത് ശരിക്കും നിങ്ങൾക്ക് നൽകുന്ന ഗുണകരമായി ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണിതെന്ന് മനസ്സിലാക്കുക. സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ മേടക്കൂറുകാർക്ക് അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. എന്നാൽ ദൈവാധീനം അല്പം കുറവുള്ളൊരു ദിവസമാണ്. പൊതുവെ അനുകൂലമാണെങ്കിലും ഈശ്വരാധീനം അല്പം കുറവുള്ളൊരു ദിവസമാണ്. ഒരു ചെറിയ ഭാഗ്യക്കുറവൊക്കെ അതുകൊണ്ട് വരാം. അതുകൊണ്ട് ആ ഭാഗ്യം ഉണ്ടാക്കുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ഈ ദിവസം ചെയ്യുന്നത് നന്നായിരിക്കും. ജീവിത പങ്കാളി പൊതുവെ മേന്മയുള്ളതാണ്, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല. 7.5 ശനി ഉള്ള കാലഘട്ടം തൊഴിൽ രംഗം മാത്രമല്ല എല്ലാ കാര്യത്തിലും പല പ്രയാസങ്ങളും 7.5 ശനി കാലത്ത് ഉണ്ടാകും എന്ന് സ്വാഭാവികമായെന്ന് മനസ്സിലാക്കണം. എങ്കിൽ പോലും ഈ ദിവസം അനുകൂലമായിരിക്കും. 7.5 ശനിയുടെ ദോഷങ്ങൾ എത്രയൊക്കെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക മാത്രമേ മാർഗമുള്ളൂ. കാരണം ജാതകത്തിനകത്ത് ശനി കിടക്കുന്നത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ നോക്കണം. പ്രതികൂലമാണെങ്കിൽ 7.5 ശനി കാലഘട്ടമൊക്കെ വളരെയധികം ദോഷം ചെയ്യും. അനുകൂലമാണെങ്കിൽ ആ ദോഷം ചെയ്യും, എങ്കിൽ പോലും ആ ദോഷത്തിനൊരു കുറവുണ്ടാകും. അപ്പോൾ അത് ഏത് രാശിയിലാണ് കിടക്കുന്നത്, അത് നിങ്ങളുടെ ഈ ശനിയുടെ ഭാവങ്ങൾ ഏതൊക്കെ ഭാവങ്ങളാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് ഒരു പരിഹാര കർമ്മമൊക്കെ പറയാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് പരിഹാരം നിർദ്ദേശിക്കാത്തത്. നാമജപം നന്നായിട്ട് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകുക, ദർശനം നടത്തുക, ഇങ്ങനെയുള്ള പൊതുവായ കാര്യങ്ങളൊക്കെ ചെയ്യാം. മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജാതക പരിശോധനയിൽ മാത്രമേ പരിഹാരം നിർദ്ദേശിക്കാനാകൂ. അപ്പോൾ തൊഴിൽ രംഗവും ഒന്ന് ശ്രദ്ധിക്കുക, അത്ര അനുകൂലമല്ല.
പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില പ്രയാസമൊക്കെ ഉണ്ടാകും. ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്ക് ഗുണകരമായ ദിവസമാണ്. ആരോഗ്യകാര്യമൊക്കെ മേന്മയുണ്ട്. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വേണ്ടതുപോലെ ചെയ്യാൻ കഴിയും. പക്ഷേ ബുദ്ധി അത്ര അനുകൂലമല്ല, മനസ്സും അത്ര അനുകൂലമല്ല. അതുകൊണ്ട് എടുത്തുചാട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എടുത്തു ചാടി ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാര്യം അനുകൂലമൊക്കെയാണ്. ഒരാലോചന കൊടുത്ത് ചെയ്താൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയാക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഇടവക്കൂറുകാർക്ക്. മനസ്സ് ബുദ്ധി അത്ര അനുകൂലമല്ല. പിതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞു എന്നും വരില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഉദര രോഗങ്ങളുള്ളവരും ശ്രദ്ധിക്കുക. സഹോദരസ്ഥാനീയർ അത്ര അനുകൂലമല്ല. ആരോഗ്യ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഭൂമി സംബന്ധമോ ധനപരമായ കാര്യങ്ങളിലൊക്കെ ചില വേണ്ടപ്പെട്ടവരുമായൊക്കെ ചില തർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് ശ്രദ്ധിക്കണം. കടബാധ്യത വരും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒരു ശ്രദ്ധ വേണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല. ന്യൂറോ ഡിസീസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ്. ചില നേട്ടങ്ങളൊക്കെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. മക്കളും അനുകൂലമാണ്. അപ്പോൾ മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് മേന്മയുണ്ട്. പുതിയ തൊഴിലവസരങ്ങളൊക്കെ ഇങ്ങനെയുള്ളവർക്ക് ലഭിക്കും. കൂടാതെ സ്വന്തം സ്ഥാപനമൊക്കെ ആണെങ്കിൽ പുതിയ തൊഴിൽ മേഖല തുറന്നെടുക്കുന്നതിന് കഴിയും. കൂട്ട് സംരംഭങ്ങളൊക്കെ ചിന്തിക്കാനും അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാനും ഒക്കെ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ മേഖലയിൽ വികസന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇടവക്കൂറുകാർക്ക് എന്നർത്ഥം. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ ആലോചിച്ച് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കഴിയുന്ന സമയമാണ്. നല്ല കാലങ്ങളിൽ അവസരങ്ങളെ വിനിയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മോശമായ കാലങ്ങളിൽ അനാവശ്യമായി തിടുക്കപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദോഷങ്ങളെ വരുത്താതിരിക്കാനും ശ്രദ്ധിക്കുക. അതിനൊക്കെയാണ് ഇത്. അപ്പോൾ ഈ സമയത്ത് ഇടവക്കൂറുകാർക്ക് ജാതകം കൂടെ നല്ല അനുകൂലമാണെങ്കിൽ അവരുടെ തൊഴിൽ മേഖലയിലൊക്കെ നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ അനുകൂലമാണ്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മേന്മയുണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിഥുനം മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കാർക്ക് 10 ശനിയാണ്, ജന്മവ്യാഴമാണ്, രാഹു 9 ഒരു ഭാഗ്യക്കുറവും തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണെങ്കിലും മിഥുനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസം തന്നെ ആയിരിക്കും. ഇത് ശുഭകരമാണ് അവർക്ക്. എങ്കിലും അവർ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. പിത്ത സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. ഉഷ്ണരോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. ഒരു ശക്തിക്കുറവ്, ഒരു ആരോഗ്യ ബലക്കുറവ്, ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു ദിവസമൊക്കെ ആയിരിക്കും. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നേട്ടങ്ങൾ ആ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. നല്ല രീതിയിൽ സംസാരിച്ച്. ധനപരമായി നഷ്ടങ്ങളുണ്ടാവും. മക്കളുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വായുകോപമുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ദിവസം നന്നായിരിക്കും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നുമല്ല. പലവിധ തടസ്സങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് അനുകൂലമല്ലാത്ത പ്രവൃത്തികൾ,
ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. തൊഴിൽ രംഗത്ത് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഒരു തടസ്സവും പ്രയാസവും ഒക്കെ അവർക്ക് ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി തൊഴിൽ രംഗത്ത് മനസ്സിന് പ്രയാസം ഉണ്ടാക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം ജീവിതമാർഗത്തെ മാറ്റിവെച്ചാൽ കഴിയില്ല, നമുക്ക് കർമ്മം ഉപേക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അത് സ്വസ്ഥമായ മനസ്സ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ആ മേഖലയെ സമീപിക്കുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ പരിഹരിച്ചെടുത്ത് തൊഴിൽ മേഖലയെ ദോഷകരമല്ലാതാക്കി തീർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം മിഥുനക്കൂറുകാർ. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. 12 വ്യാഴം, 8 രാഹു, 9 ശനി, 2 കേതു ഒക്കെയാണ്. അനാവശ്യമായ ചിലവുകളൊക്കെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും കർക്കിടകക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള ഒരു സമയം തന്നെയാണ്. കുറച്ച് നാളത്തേക്ക് അവർക്ക് ഇതൊക്കെ ഉണ്ടാവും, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ആരോഗ്യം അത്ര അനുകൂലമായ സമയമല്ല. ഒരു സംശയമുണ്ടാകും, എല്ലാ കാര്യത്തിലും അലസത ഉണ്ടാവും. ഒരു കാര്യവും വേണ്ടതുപോലെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടുള്ള പ്രയാസങ്ങളുണ്ടാവും. പിത്തരോഗം, ഉഷ്ണരോഗം, നേത്രരോഗങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകും. മനസ്സ്, ബുദ്ധിയൊക്കെ പൊതുവെ അനുകൂലമാണ്. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യത കുറയും. മറ്റുള്ളവരുമായിട്ടുള്ള കലഹസാധ്യത ഉണ്ടെങ്കിൽ പോലും അത് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള ഇതുള്ളത് കൊണ്ടും അത് നിലനിൽക്കുന്നത് കൊണ്ടുമൊക്കെ കുറച്ച് മേന്മയുണ്ടാവും. പക്ഷേ എടുത്തുചാട്ടത്തെ പരമാവധി നിയന്ത്രിച്ചു കൊള്ളണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് മനസ്സിൽ തോന്നിയാലും അത് നിയന്ത്രിക്കാൻ കഴിയും. കാരണം മനസ്സ് അനുകൂലമാണ്. അങ്ങനെ നിയന്ത്രിച്ച് കലഹസാധ്യതയൊക്കെ ഒഴിവാക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. ന്യൂറോയുമായി ബന്ധപ്പെട്ട്, ഞരമ്പുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു സമയമാണ്. വാതരോഗം കുറച്ച് പ്രയാസം ഉണ്ടാക്കും. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാവും. മക്കൾ അനുകൂലം അല്ലെങ്കിലും ജീവിത പങ്കാളി പതിവ് അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് വളരെ ശ്രദ്ധിക്കണം. മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും സഹപ്രവർത്തകരും ഒന്നും അത്ര മേന്മയുള്ളതല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കർക്കിടകക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം. 8 ശനിയാണ്, ജന്മ കേതുവാണ്. അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണിത്. കഠിന ദോഷമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല. ഒരാത്മവിശ്വാസവും ഇല്ലാത്ത ദിവസമായിരിക്കും. അലസതയും ആരോഗ്യകാര്യങ്ങൾ മൂലമുള്ള പ്രയാസങ്ങളും വളരെ പ്രയാസം ഉണ്ടാക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരു കാര്യവും അഭിപ്രായ സ്ഥിരത ചെയ്യാൻ കഴിയില്ല. ആസ്മ, അലർജി രോഗങ്ങൾ, മനോരോഗം, ഉദരരോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. അത് കുറേ നഷ്ടങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിലൂടെ കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. ഈ കുടൽ രോഗമൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമൊന്നുമല്ല. എന്നാൽ ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. കഠിന ദോഷമാണെങ്കിൽ പോലും കുറച്ച് ദൈവാധീനമൊക്കെ ഇവർക്ക് ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും ഒന്ന് മേന്മയാക്കാൻ കഴിയും. അതിൽ മക്കളും ജീവിത പങ്കാളിയും ഒക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. അതിൻ്റെ ഒരു മേന്മയും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമൊന്നുമല്ല. മേലുദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിന് ശരിക്കും പ്രയാസമുള്ള അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഈ ദിവസം ഉണ്ടായിന്ന് വരും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു
ദിവസമാണ്. 7 ശനിയാണ്, 10 വ്യാഴമാണ്, 12 കേതുവാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു നിവൃത്തിക്ക് തടസ്സമുണ്ടാക്കുന്ന കാലഘട്ടമാണ്. നിവൃത്തി തടസ്സം വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യ കാര്യങ്ങൾ പൊതുവേ കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ്. പൊതുവെ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. ഈ അമിതമായ ആത്മവിശ്വാസം അപകടമുണ്ടാക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ആരോഗ്യ കാര്യത്തിലൊക്കെ മേന്മയുണ്ട്. എന്നാൽ ആസ്മ, മാനസികമായ അസ്വസ്ഥത തുടങ്ങിയുള്ളവരൊന്ന് വളരെയധികം ശ്രദ്ധിക്കണം. ഈ അമിതമായ ടെൻഷനൊക്കെ അനുഭവിക്കുന്നവർ, അതിനൊക്കെ മെഡിസിൻ യൂസ് ചെയ്യുന്നവരൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം എന്നർത്ഥം. വൃക്ക രോഗമുള്ളവർ ശ്രദ്ധിക്കണം. മാതൃപിതൃസ്ഥാനീയ അനുകൂലമാണ്. മനസ്സ്, ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ അത്ര അങ്ങനെ പ്രവർത്തിക്കുമെന്ന് വിചാരിക്കരുത് കേട്ടോ. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. അതേപോലെ മറ്റുള്ളവരായിട്ടുള്ള കലഹമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിലും വാക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് വലിയ ദോഷമൊന്നും കന്നിക്കൂറുകാർക്ക് വരില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വരും. ശരിക്കും വായ്പ വാങ്ങാൻ അല്ലെങ്കിൽ കൊടുക്കാനൊന്നും അത്ര അനുകൂലമായ ദിവസം അല്ല ഇത്. നിങ്ങൾ കർക്കിടകൂറുകാരെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കുക. മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. ധനപരമായ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയും മക്കളുമൊന്നും അത്ര അനുകൂലമല്ല. ധനപരമായ കാര്യത്തിൽ കലഹമുണ്ടാകും. കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടും. തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരിൽ നിന്ന് വളരെ അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകുമെങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് കുറച്ച് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ഇനി തുലാം രാശി ഗുണകരമാണ്. തുലാം ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി. ഇത് അനുകൂലമാണ്. എങ്കിലും ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടെയാണ് അവർക്കതെന്നുള്ളത് കൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് നാമജപമൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ചാൽ മതി. ആരോഗ്യ കാര്യങ്ങളിൽ അവർക്ക് മേന്മയുള്ള ദിവസമാണ്. അതേപോലെ മനസ്സ്, ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കുന്ന ദിവസമാണ്. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ നല്ല അനുകൂലമായൊരു സ്ഥിതി ഉണ്ടാവും. സഹപ്രവർത്തകർ അത്ര മേന്മയുള്ളവരെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ദോഷം ഉണ്ടാകില്ല. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ആസ്മ തുടങ്ങിയ അസുഖമുള്ള, അലർജി രോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം വരും. കടബാധ്യത വർദ്ധിക്കും. അപകടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകൾ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. പുതിയ വിദ്യാകാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. അതുകൊണ്ട് പുതിയ പഠന കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതൊക്കെ പുതിയ കോഴ്സുകളൊക്കെ ചേരാനായിട്ട് അനുകൂലമായ സമയമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. സ്വന്തം സ്ഥാപനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കഴിയും. അല്ലെങ്കിൽ പുതിയ പ്രവർത്തന മേഖലകളെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നതിനും നല്ല രീതിയിൽ ആലോചിച്ചുറപ്പിക്കുന്നതിന് അനുകൂലമായ ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഭാവിയിലേക്ക് ഗുണകരമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യാൻ കഴിയുന്ന അനുകൂല സമയമാണിപ്പോൾ. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ അതിനുവേണ്ടി ഈ കാലഘട്ടം ശ്രമിക്കണം. അനുകൂലമായ കാലഘട്ടത്തെ അനുകൂലമാക്കാൻ ശ്രമിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. പ്രതികൂലമായ കാലഘട്ടത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രതികൂലത വരുത്താതിരിക്കുക. അനുകൂലമായ കാലഘട്ടത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക, അനുകൂലമാക്കുക. പ്രതികൂലമായ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അനുകൂലമായ കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യാമെന്ന പ്ലാനിങ് ചെയ്യുന്നത് നല്ലതാണെന്ന് വെച്ച് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അനുകൂലമായിരിക്കില്ല. ഇനി വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. 4 രാഹു, 5 ശനി, 8 വ്യാഴം, 10 കേതുവൊക്കെയാണ്. കുറേ നാളത്തേക്കും കൂടെ വൃശ്ചികക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല. ഈ ദിവസവും കഠിന ദോഷം തന്നെയാണ്.
ഞാനിത് എടുത്ത് പറയുന്നത് കുറച്ച് നാളത്തേക്കും കൂടെ എന്ന് പറയാൻ കാരണം, ചില ആളുകൾ ഇന്നും ഞാൻ ദോഷം കേട്ടുമല്ലോ എന്നാണ്. കഠിന ദോഷമാണെന്ന് വെച്ച് നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ കഠിന ദോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് മനസ്സിന് പ്രയാസകരമാകുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ കർമ്മത്തെ ഭംഗിയായി ചെയ്യുക. അവിടെ വരുന്ന മറ്റു നെഗറ്റീവുകൾ ചിന്തിക്കാതിരിക്കുക. അതിന് മനസ്സിനെ പക്വമാക്കുന്നതിന് വേണ്ടിയാണ് ഈ നക്ഷത്ര ഫലങ്ങൾ. അത് മനസ്സിലാക്കണം. മനസ്സ് പക്വമാണെങ്കിൽ മറ്റു പല കാര്യങ്ങളും വലിയ തിരമാലയോടുകൂടി വരുന്നത് പോലും പതുക്കെ അങ്ങോട്ട് അണഞ്ഞു പോകും. മനസ്സ് പക്വമല്ലെങ്കിലാണ് പ്രശ്നമാവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെ നമുക്ക് നല്ല രീതിയിൽ സമീപിക്കാനായിട്ട് കഴിയും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പൊതുവെ വൃശ്ചികരാശിക്കാർക്ക് ആരോഗ്യവും മനസ്സും ഒന്നും അനുകൂലമല്ല. അലസത ഉണ്ടാവും. ഒരു കാര്യം വേണ്ടതുപോലെ ചെയ്യാനും തോന്നുന്നില്ല. നേത്രരോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സ് ബുദ്ധി അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, വൃക്കരോഗങ്ങൾ, ഉദരരോഗങ്ങൾ ഇതുള്ളവർ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. ശത്രുദോഷമൊക്കെ കുറയും. ശ്രദ്ധിച്ചാൽ കടബാധ്യത കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാകാര്യങ്ങൾക്കും അത്ര അനുകൂലമൊന്നുമല്ല. ചില പകർച്ചവ്യാധികൾ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ദൈവാധീനം കുറയുന്ന ഒരു ദിവസമാണ്. ധനപരമായ നഷ്ടങ്ങളും ഉണ്ടാകാം. ജീവിത പങ്കാളി അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ഇനി ധനു, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. 4 ശനി, 9 കേതു ഒക്കെയാണ്. കുടുംബകലഹങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കണം. എങ്കിലും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമൊന്നുമല്ല, ദോഷമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യ അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവും അലസത ഉണ്ടാവും. സംശയം ഉണ്ടാവും. പിത്തരോഗമുള്ളവരും ഉദരരോഗമുള്ളവരും ശ്രദ്ധിക്കണം. പൊള്ളലേക്കാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മനസ്സ് ബുദ്ധി ഒന്നും അത്ര മേന്മയല്ല, എങ്കിലും ദോഷമൊന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് കഴിയുന്ന ഒരു ശക്തിയൊക്കെ ഉണ്ടാവും. എങ്കിലും അഭിപ്രായ സ്ഥിരത ഒന്ന് കുറവായിരിക്കും. സഹോദര സ്ഥാനീയർ പൊതുവെ സഹോദര സ്ഥാനീയർ പ്രതികൂലമായ ഒരു ദിവസമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലുമൊക്കെ കൊടുക്കണം. വാഹനമല്ല, തൊഴിൽ മേഖലയിലാണെങ്കിലും അപകടകരമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടും. ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല. മക്കൾ പൊതുവെ മേന്മയുള്ളതായിരിക്കും. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങൾ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്യും. തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല. മകരം, കഠിന ദോഷമാണ്. ഉത്രാടം അവസാനം 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗമാണ്. 6 വ്യാഴവും 8 കേതുവും 2 രാഹുവും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശത്രുതാപരമായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. അലസതയോടുകൂടി കാര്യങ്ങളൊക്കെ ഇരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിത്തസംബന്ധമായും ഉഷ്ണസംബന്ധമായുമുള്ള അസുഖങ്ങളെ ശ്രദ്ധിക്കണം. ആസ്തമ, മാനസികാരോഗ്യക്കുറവ്, അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. അതുപോലെ ഗർഭാവസ്ഥയിലുള്ളവരും ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ശ്രദ്ധ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. മക്കൾ അനുകൂലമായിരിക്കില്ല. ജീവിത പങ്കാളി അനുകൂലമല്ല. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല. എങ്കിലും തൊഴിൽ രംഗത്ത് പൊതുവെ അനുകൂലമായിരിക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്.
ദൈവാധീനമുള്ള ഒരു ദിവസമാണ് എങ്കിലും ഗുണദോഷ സമ്മിശ്രമാണ്. ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമുണ്ട്. ദൈവാധീനമുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം. അതുകൊണ്ട് നല്ല രീതിയിൽ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്. അഭിപ്രായ ശ്രദ്ധയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കുക. വാക്കുകൾ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അനുകൂലമല്ല. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും. മക്കൾ അനുകൂലമാണ്. ജീവിത പങ്കാളി മക്കളും അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥ സമാധാനമൊക്കെ ഉണ്ടാവും. തൊഴിൽരംഗത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വേറെ ചില നേട്ടങ്ങൾ സാമ്പത്തികമായൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽരംഗത്ത് മേലുദ്യോഗസ്ഥരെ ഒന്ന് ശ്രദ്ധിക്കണം. തൊഴിലാളികളും അത്ര മേന്മയുള്ളതൊന്നുമല്ല, എങ്കിലും ശ്രദ്ധിച്ചാൽ ദൈവാധീനം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് കുംഭക്കൂറുകാർക്ക് പല കാര്യങ്ങളിലും മേന്മയുണ്ടാക്കാം. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മീനം, ദോഷകരമായൊരു ദിവസമാണ്, കഠിന ദോഷമല്ല. വാദസംബന്ധമായ കാര്യങ്ങളൊക്കെ ഉള്ളവരെ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിട്ട് പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ആരോഗ്യ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായിട്ടൊക്കെ കലഹമുണ്ടാകാതിരിക്കാൻ വാക്കുകളെ നിയന്ത്രിക്കുക. മുൻകോപത്തെ പ്രത്യേകിച്ച് നിയന്ത്രിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല, അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. ഈ കാലാവസ്ഥ മൂലം ഉണ്ടാകുന്ന ചില അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യത ഇവർക്കുണ്ട്, അതും ശ്രദ്ധിക്കുക. മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല, എങ്കിലും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളും ഒന്നും അത്ര മേന്മയുള്ളതല്ല, അതും ശ്രദ്ധിക്കുക. ഇത് ഒരു പൊതുഫലമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് ആരും കലഹമുണ്ടാകാതെയും വഴക്കുണ്ടാക്കാതെയും ഒക്കെ നടന്ന ഈ പ്രശ്നങ്ങളെ നേരിടാനായിട്ട് ശ്രദ്ധിച്ചാൽ ഈ ദിവസം വളരെ മനോഹരമായിട്ട് ഒരു ദിവസത്തെ നമുക്ക് മാറ്റിയെടുക്കാം. സമയദോഷം ഉണ്ടാകുമെങ്കിൽ ആ സമയദോഷത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പെരുമാറ്റത്തിലൊക്കെ മാറ്റം വരുത്തി ആ ദോഷത്തെ കുറയ്ക്കാൻ ശ്രമിക്കാം. അങ്ങനെ നടക്കും. അതിനു വേണ്ടിയാണിത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ.